ഹലോ എവരിവൺ, ഫിസിക്സ് ബോക്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ എന്തൊക്കെയാണ് കണ്ടന്റ് എന്നതിലേക്ക് നോക്കാം. അപ്പൊ ഇന്ന് എടുക്കാൻ പോകുന്ന കണ്ടന്റുകൾ ഇവയൊക്കെയാണ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്താണെന്ന് നമ്മൾ പറയും, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത്, അതിനുശേഷം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ആൻഡ് ബിലോ ദ എർത്ത്. അപ്പം above the earth and below the earth ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ഫസ്റ്റ് കണ്ടതിലേക്ക് പോകാം. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അപ്പൊ ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് നേരത്തെ പറഞ്ഞിട്ടില്ലേ, അതിനൊരു വാല്യൂ ഉണ്ട്, ജിന്റെ വാല്യൂ ഒന്ന് ജി സിക്കൽ ടു 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ജിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിച്ചിരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാം ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഒരു സയന്റിസ്റ്റ് ഉണ്ട്, മൂപ്പരുടെ പേരാണ് കാവൻഡിഷ് എന്ന് പറയും. ഈ കാവൻഡിഷ് ആണ് ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ ജിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്തത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്പെരിമെന്റ് സെറ്റപ്പ് കൺസിഡർ ചെയ്യാണ്, നമ്മൾ അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ലോങ് ബാർ ഉണ്ട്. ഒരു ബാർ ഒന്നിൽ എന്ത് ചെയ്യാം, ഒരു സസ്പെൻഡ് ചെയ്ത് നിൽക്കണം. ഓക്കെ, ഒരു ലോങ് ബാർ ഇവിടെയാണല്ലോ. ഇവിടെ ഉണ്ടാവുന്ന ഇവിടെ ഒരു മാസ് തൂക്കിയിട്ടുണ്ട്, ചെറിയ മാസസ് ആണ്. മാസസ് M1 മാസസ് M2 എന്നുള്ള മാസസും. ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഇങ്ങനൊരു സെറ്റപ്പാണ്. ഓക്കെ, ഇനി ഇതിന് എന്ത് ചെയ്യാം, ഏറ്റവും അടുത്തായിട്ട് ക്രോസ് ആയിട്ട് വളരെ അടുത്തായിട്ട് വേറൊരു മാസും ഇങ്ങനെ എന്ത് ചെയ്യുക സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വളരെ ചെറിയൊരു മാസം എന്ത് ചെയ്യുക, ഒരു ബാറിൽ വേറൊരു മാസം എന്ത് ചെയ്യുക സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വേറൊരു സെറ്റപ്പാണ്. ഇതിലെന്ത് ചെയ്യുക, വേറൊരു മാസം എന്ത് ചെയ്യുക സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മാസ് M3. ഒരു മിനിറ്റ്, ഇതിന്റെ മാസ് M3 എന്നുള്ള മാസ്, ഇവിടെ M4 എന്നുള്ള മാസ് ആണല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു സെറ്റപ്പാണ് ഇവിടെ അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാം, രണ്ട് ലോങ് ബാറാണ്, ക്രോസ് ആയിട്ട് വളരെ രണ്ട് ബാറിൽ രണ്ട് മാസസ് സൂക്കിയിട്ടുണ്ട്. അപ്പം ടോട്ടൽ 4 മാസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സെറ്റപ്പാണ് ഉള്ളത്. ഇവിടെ നമ്മള് L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ബാറിന്റെ ലെങ്ത് ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രാവിറ്റേഷണൽ ലോ പ്രകാരം നമുക്ക് എഴുതാൻ പറ്റുന്ന ഇക്വേഷൻ ലോ, അതായത് ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പ്രകാരം എങ്ങനെ രണ്ട് വസ്തുക്കൾ എന്ത് ചെയ്യാം, അതായത് അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാ വസ്തുക്കളും എന്ത് പരസ്പരം അങ്ങോട്ട് അട്രാക്ട് ചെയ്തുകൊണ്ടാണ് നിൽക്കണമെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവില്ല അവർ തമ്മിൽ. ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് F = G m M എന്ത് ചെയ്യാം R² എഴുതാൻ പറ്റും. എഴുതാൻ പറ്റും. ഇതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയാം. ഇവിടെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, അപ്പോ സപ്പോസ് നമ്മളിപ്പോ ഈ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, ഒരു ക്രോസ് ബാർ മാറിയുള്ളത്. അപ്പൊ ഇവ തമ്മിൽ എന്ത് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. എന്താണ് ഒരു ട്വിസ്റ്റ് ചെയ്യാം. ട്വിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുമല്ലോ. ആ ആംഗിൾ ആണ് എന്താ പറയാ, തീറ്റ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ ആംഗിൾ എന്ത് ചെയ്യാം, തീറ്റ. അപ്പൊ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും, അതാണ് തീറ്റ എന്നുള്ളൊരു ആംഗിൾ അല്ലേ. ഒരു തീറ്റ എന്നുള്ളൊരു ആംഗിൾ എന്ത് ചെയ്യാം, ട്വിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഫോഴ്സിനെ പറയുന്ന, അതായത് നമുക്ക് ഇപ്പം ഫോഴ്സിനെ ഈ ആംഗുലർ അതായത് ഇപ്പോൾ ഫോഴ്സിനെ നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്യാമല്ലോ, റൊട്ടേറ്റ് ചെയ്യുന്ന കേസിന് ഫോഴ്സിനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യാം, ഈ ആംഗുലർ ഫോഴ്സ് എന്ന് പറയാം. അത് ആംഗുലർ ഫോഴ്സ്. അപ്പോൾ വർക്കിനെ നമ്മൾ എന്ത് ചെയ്യാം ഇതിൽ പറയുന്നത് ഇപ്പം വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സപ്പോസ് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രയും കാര്യം നമുക്കറിയാം. അതേമാതിരി എന്ത് ചെയ്യാം, ഈ ഫോഴ്സിനെ ഈ ആംഗുലാറിന്റെ കേസിൽ, ഈ റൊട്ടേറ്റ് ചെയ്യുന്ന കേസിൽ ഫോഴ്സിനെ പറയുന്ന പേരാണ് ടോർക്ക് അറിയാം. എന്താണ് ടോർക്ക് എന്ന് പറയും. ക്ലിയർ ആണല്ലോ. ഈ ഡിസ്പ്ലേസ്മെന്റിന് പറയുന്ന വേറൊരു പേരാണ് എന്ത് ചെയ്യാം, ഇവിടെ ഉള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ തീറ്റ ആണ്. ക്ലിയർ ആണല്ലോ. ആ സ്മോൾ ആംഗിൾ ആണ് എന്താ പറയാ, ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ്, ആ ഡിസ്പ്ലേസ്മെന്റിനെ തീറ്റ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്, ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. എന്താണ് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഫോഴ്സിന് നേരത്തെ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ, F = G m/r² ആണ് ടോ തീറ്റ എന്നുള്ള പേര്. ഓക്കെ, അപ്പോൾ ഒരു മിനിറ്റ്,
ഇവിടെയുള്ള ഫോഴ്സിന് ടോ തീറ്റ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ടോ തീറ്റയ്ക്ക് വരായിട്ട് നമ്മൾ ഇങ്ങനെ എഴുതിക്കൂടെ, ടോ തീറ്റ എന്ന് പറയുന്നത് ജി സ്മോൾ എം ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ, ടോ തീറ്റ ഇസ് ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ ഫോഴ്സിനെ ടോ എന്നാ പറയാം അല്ലെ, അതായത് ഫോഴ്സിനെ ടോ എന്നാ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ തീറ്റയ്ക്ക് പകരം നമ്മൾ ഇവിടെ എന്താ എക്സ്പ്രസ് ചെയ്യാം, ഈ തീറ്റ പറഞ്ഞാൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. ഇവിടെ ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ബാറിന്റെ കേസിൽ എന്താണ്, ലെങ്ത് ആണ്. അപ്പൊ അവിടെ ലെങ്ത് ആയതുകൊണ്ട് നമ്മൾ ലെങ്ത് നേടി. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജിയുടെ വാല്യൂ കാണണം. അപ്പൊ ജിയുടെ വാല്യൂ കാണാന്ന് പറയുന്നത് ജി എന്ന് പറയുന്നത് ടോ തീറ്റ ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡർ ബൈ സ്മോൾ എം ക്യാപിറ്റൽ എം ഇൻറ്റു എൽ. ക്ലിയർ ആയോ? ഇതാണ് ജിന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജിന്റെ വാല്യൂ എത്ര കിട്ടുക? ഇത് നേരത്തെ പഠിച്ചില്ലേ, ജി എന്ന് പറയുന്നത് എത്രയാണ്? 6.67 ഇൻറ്റു 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഇതിനെന്താ പറയുക, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയാം. എന്താണ് ജി എന്ന് പറയാം. അപ്പൊ ജിന്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടത്? ഞാൻ പറഞ്ഞില്ല, 2 മാസസ് ഉണ്ട് അല്ലെ. ഒരു ലോങ് ബാറിൽ 2 ബാർ ഉണ്ട്, അതിൽ സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ 2 മാസം എടുത്തെടുത്ത് നിൽക്കുമ്പോൾ ആ മാസസിന്റെ അട്രാക്റ്റഡ് ആവും അല്ലെ. കാരണം എന്താ, ന്യൂട്ടൺ പറഞ്ഞില്ലേ, നമ്മളൊരു ലോ അക്കോർഡിംഗ് ടു ദ ലോ എന്ന് പറഞ്ഞില്ലേ, ലോ പ്രകാരം എന്ത് ചെയ്യുന്നത്, ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷൻ ലോ പ്രകാരം എന്തിന് 2 ബോഡി അടുത്തടുത്ത് എവരി ബോഡി രണ്ട് വസ്തുക്കൾ പരസ്പരം അട്രാക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് അല്ലെ. ഏത് വസ്തുക്കളും പരസ്പരം അട്രാക്റ്റഡ് ആണ്. ആ ഒരു കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് ജി എം എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. അത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഫോഴ്സിന് പറഞ്ഞ, അതായത് ബോഡി കറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ശരിക്കും ആ ഒരു ടോർക്കിനെ പറയുന്നതാണ് എന്ത് ചെയ്യുക, ഇത് പറയാം, ഇവിടെ ടോർക്കിനെ ശരിക്കും പറഞ്ഞാൽ ടോർഷൻ എന്ന് പറയാം. എന്താണ് ടോർഷൻ എന്ന് പറയാം? ടോർക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ടോർഷണൽ വർക്ക്, ഇവിടെ പറഞ്ഞ വർക്കാണ് ടോർഷണൽ വർക്ക്. ഓക്കെ, അത് പോട്ടെ. അപ്പൊ തീറ്റ എന്ന് കിട്ടി. തീറ്റയുടെ ആംഗിൾ ബിറ്റ്വീൻ ആ ഒരു 2 ബാർ തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. അപ്പൊ അത് നമ്മൾ സോൾവ് ചെയ്താൽ ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. അപ്പൊ ജിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ജസ്റ്റ് എന്താ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത്. അപ്പൊ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്തിന്റെ എങ്ങനെയാണ് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇക്വേഷൻ ആണ് നമ്മൾ ഇതിന് ഫോം ചെയ്യുക. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി റെപ്രസെന്റ് ലെറ്റർ ജി ആണ്. എന്താണ്? സ്മോൾ ലെറ്റർ ജി ആണ്. ഓക്കെ, അപ്പോ ഒരു എർത്തിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. എർത്തിനെ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഒരു സർക്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. സർക്കിളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഈ ഇതിന്റെ മേലെ ഒരു സർഫസിൽ ഒരു ബോഡി ഉണ്ട് വെച്ചോ, ഒരു ബോഡി ഉണ്ട്. ക്ലിയർ ആണല്ലോ, ഒരു ബോഡി ഉണ്ട്. നമുക്കറിയാം, ഒരു എർത്തിന് സർഫസിൽ ഒരു ബോഡി ഉണ്ടെങ്കിൽ ബോഡി എന്ത് ചെയ്യുക, അതിനെ അട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ എവിടേക്ക് ഉണ്ടാവുക, ജി ആയിരിക്കും. എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ബോഡിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ, എഫ് ഈസ് ഈക്വൽ ടു എം ജി എന്ന് എഴുതിക്കൂടെ. ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തോ, എഫ് ഈസ് ഈക്വൽ ടു എം ജി എന്ന് എഴുതി. ക്ലിയർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു ഗ്രാവിറ്റി, ന്യൂട്ടൺ ലോസ് ഓഫ് ഗ്രാവിറ്റേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഈസ് ഈക്വൽ ടു ജി എം എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ അല്ലേ. ആ ഇക്വേഷൻ നമുക്കറിയാം, എഫ് ഈസ് ഈക്വൽ ടു ജി സ്മോൾ എം ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം, ആർ സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 2. ഇനി എന്ത് ചെയ്യുക, ഈ 2 ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യാം അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റുക, എം ജി ഈക്വൽ ടു ജി സ്മോൾ എം ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അതിൽ സ്മോൾ എം 2 ക്യാൻസൽ ചെയ്ത് പോവാം. ഓക്കെ, ബാക്കി എന്താ ഉണ്ടാവുക, ബാക്കി ജി ഇല്ലേ, ജി ഈസ് ഈക്വൽ ടു എന്താ വരിക, ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, അപ്പൊ ജിക്ക് ഒരു വാല്യൂ കിട്ടിയല്ലോ. ജിന്റെ വാല്യൂ എന്താ, ജി സി ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ക്ലിയർ ആണല്ലോ. അപ്പൊ ജിക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ഈ ജിന്റെ ഇക്വേഷൻ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ബോഡി എർത്തിന്റെ സർഫസിലാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സർഫസിന് മുകളിലാണെന്ന് വിചാരിച്ചോ, എബോവ് സർഫസ് ആൻഡ് സർഫസ്, എർത്തിന്റെ സർഫസിലും സർഫസിന്റെ മുകളിലാണെങ്കിലും എന്ത് ചെയ്യാം, നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം.
അപ്പൊ എവിടെയൊക്കെ യൂസ് ചെയ്യുക? എബോവ് ദ സർഫസ്, എബോവ് ദ സർഫസിലും പിന്നെ അറ്റ് സർഫസിലും, അറ്റ് സർഫസിലും. അപ്പൊ ഈ ഇക്വേഷൻ എവിടെയൊക്കെ യൂസ് ചെയ്യും? ഒരു ബോഡി എർത്തിന് മുകളിൽ നിൽക്കുന്ന കേസിലും, പിന്നെ അതുപോലെ തന്നെ എർത്തിന് സർഫസിന് മുകളിൽ നിൽക്കുന്ന സമയത്തും സർഫസ് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? ഈ ജീന്റെ വാല്യൂ ഇക്വേഷൻ യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു ജിയുടെ ഇക്വേഷൻ കണ്ടെത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇപ്പം ഒരു ബോഡിയുടെ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ റോ എന്നുള്ള രീതിയിൽ എടുക്കുക. ഡെൻസിറ്റിനെ റോ എന്നുള്ള റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ എർത്ത് ആണ്. റോ എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം എന്ന് പറയാം. ഡെൻസിറ്റി ഈസ് ടു മാസ് ബൈ വോളിയം എന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ എർത്തിന്റെ മാസിന് എം, വോളിയം ആണ് വി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ മാസ് എങ്ങനെ കാണാം? മാസ് എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഈസ് ടു മാസ് ബൈ വോളിയം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഡെൻസിറ്റി റോ, ഒരു മിനിറ്റ്, ഡെൻസിറ്റി റോ എങ്ങനെ എഴുതാൻ പറ്റും? മാസ് എങ്ങനെയാ? ഇതൊരു എർത്ത് പറഞ്ഞാൽ നമുക്ക് എലിപ്റ്റിക്കൽ ഷേപ്പിലാണ്, അതായത് ഒരു കറക്റ്റ് സർക്കുലർ ഷേപ്പിലല്ല നമുക്കറിയാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം? ഒരു സർക്കുലർ ഷേപ്പായിട്ടുള്ള ഒരു സർക്കുലർ ഷേപ്പിലാണ് എർത്ത് എന്നുള്ളത് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? അതിന്റെ മാസ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മാസ് എന്ന് തന്നെ എഴുതാം. അപ്പൊ അതിന്റെ വോളിയത്തിന് എങ്ങനെ എഴുതാം? വോളിയം എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാം, ഒരു സർക്കുലർ ആണ്. അപ്പൊ അതിന്റെ വോളിയം എങ്ങനെ വരാം? 4/3 പൈ ആർ ക്യൂബ് അല്ലെ? അങ്ങനെ എഴുതാം, 4/3 പൈ ആർ ക്യൂബ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഡെൻസിറ്റി കിട്ടി, മാസ് ബൈ വോളിയം ആണ്. അപ്പൊ റോ എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം, വോളിയത്തിന് 4/3 പൈ ആർ ക്യൂബ്. ഒരു പെർഫെക്റ്റ് സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ വോളിയം കാണുകയാണെങ്കിൽ 4/3 പൈ ആർ ക്യൂബ്. അങ്ങനെയാണെങ്കിൽ ഇതിന് എം കണ്ടുകൂടെ? മാസ് കണ്ടുകൂടെ? എം എന്ന് പറഞ്ഞാൽ എന്താ? 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു റോ. ഇതാണ് എം കിട്ടിയത്. ഓക്കെ, ഈ കിട്ടിയ എമ്മിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാം? നേരത്തെ കിട്ടിയ ജി ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുക്കുക. ഈ എ എന്നുള്ള ഇക്വേഷൻ നമ്പറിലേക്ക് ഈ ഒരു ഇക്വേഷൻ നമ്പർ 3a ഇട്ട് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താ സംഭവിക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ അടുത്ത പേജിൽ എഴുതാം. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഇക്വേഷൻ? ജി ഈസ് ഈക്വൽ ടു ജി ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ഇതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി എന്താ അടുത്ത എന്താ ഇക്വേഷൻ? അടുത്ത് എമ്മിന് പകരമായിട്ട് എന്താ കിട്ടി? 4/3 പൈ ആർ ക്യൂബ് റോ. ഈ ഇക്വേഷൻ അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജി എന്ന് പറയുന്നത് ജി ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് റോ ബൈ ആർ സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ഇനി എന്ത് ചെയ്യാം? ഈ മുകളിൽ ഒരു ആർ ക്യൂബ് ഉണ്ട്, താഴെ ഒരു ആർ സ്ക്വയർ ഉണ്ട്. അത് രണ്ടും നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകാം. ഇത് രണ്ട് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു 6 വരും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ജി എന്ന് പറയുന്നത് എങ്ങനെയോ 4/3 പൈ ആർ, ഒരു മിനിറ്റ്, പൈ ആർ റോ ജി. ക്ലിയർ ആണല്ലോ? അപ്പൊ ജിന്റെ ഒരു വാല്യൂ കിട്ടി. ജിന് എന്ത് കിട്ടി? 4/3 പൈ ആർ റോ ജി കിട്ടി. ക്ലിയർ ആണല്ലോ? ഇതാണ് ഇവിടെ കിട്ടിയ ജിന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് ജിക്ക് 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ, ഇക്വേഷൻ നമ്പർ ബി എന്ന് കൊടുത്തു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ജിന്റെ ഇക്വേഷൻ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ബിലോ ദ സർഫസ് ആണ്. എവിടെയാണ് ജിന്റെ വാല്യൂ ഓഫ് ജി ബിലോ ദ എർത്ത്, ബിലോ ദ എർത്ത്, എർത്തിന്റെ താഴോട്ടാണ് എന്ത് ചെയ്യുക ബോഡി ഉള്ളെങ്കിൽ അവിടെയുള്ള ജിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി 4/3 പൈ ആർ ക്യൂബ് റോ ജി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ കുറിച്ചാണ് കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻസ് എങ്ങനെ കിട്ടിയ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോണത് മറ്റേ ബിലോ ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അബോവ് ദ സർഫസ് ഓഫ് എർത്ത്. ഓക്കെ, അപ്പോൾ അബോവ് ദ സർഫസ് ഓഫ് എർത്തിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എങ്ങനെയാണ് കാണുന്നുള്ളത് നോക്കട്ടെ. ഓക്കെ, നമ്മൾ ഇനിയിപ്പോൾ കാണുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അബോവ് ദ സർഫസ് ഓഫ് എർത്ത്. സർഫസ് ഓഫ് എർത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ആണ് കാണുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ നമ്മളൊരു സർക്കിൾ ഷേപ്പിലാണ് എർത്ത് ഉള്ളതെന്ന് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ സ്പിയർ ഷേപ്പിലാണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വരയ്ക്കാം. ഒരു ബോഡി എബോവ് സർഫസിന്റെ മുകളിലല്ലേ, സർഫസിന്റെ മുകളിലാണെന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് അതിനെ ഇങ്ങനെ വരച്ചൂടെ? ഇവിടെയാണ് ഒരു ബോഡി ഉള്ളത്. ബോഡി നിൽക്കുന്ന എർത്തിന്റെ സർഫസിന് മുകളിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇവിടുന്ന് ഇതുവരെയുള്ള ഹൈറ്റിനെ നമ്മൾ എച്ച് എന്നല്ല എടുക്കുക. എന്താണ്? എച്ച് എന്നാണ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് കുറച്ച് ദൂരം വരെയുള്ള ദൂരം, അതായത് ഇതിൻ്റെ റേഡിയസ് വരെയുള്ള ദൂരം ആർ എന്ന് പറഞ്ഞൂടെ? ആർ എന്ന് പറയും. അപ്പോൾ എർത്തിന്റെ സർഫസിന് മുകളിലുള്ള ഒരു ബോഡിയാണ് നിൽക്കുന്നത് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ ആ എച്ച് എന്നുള്ളൊരു ഹൈറ്റ് ഉണ്ടാവും. ഇവിടെ എന്ത് ചെയ്യുക? ആറുള്ളത്. ഓക്കെ, നമുക്കറിയാം ഒരു ഗ്രാവിറ്റേഷണൽ ഇക്വേഷൻ G=gm/r². നമ്മൾ ഇവിടെ പഠിച്ച ഇക്വേഷൻ. ഓക്കെ, എബോവ് ദ സർഫസിലുള്ള ഇക്വേഷൻ. ആ ഇക്വേഷൻ എന്ത് ചെയ്യുക? നമ്മളിവിടെ യൂസ് ചെയ്യണം. ഓക്കെ, എബോവ് ദ സർഫസിലാണ് ഒരു ബോഡി നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഇക്വേഷൻ ആണ് ഇപ്പം പറഞ്ഞ കേസിൽ സ്മോൾ g = ഒന്നുകൂടി ചെയ്താ സ്മോൾ g = ക്യാപിറ്റൽ G ക്യാപിറ്റൽ M/r². ഇതാണ് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ബോഡി ഇത്ര ഹൈറ്റിന് മുകളിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക? റേഡിയസിനാണ് അവിടെ മാറ്റം ഉണ്ടാവും അല്ലെ? റേഡിയസിന്, അതായത് റേഡിയസിനും ഹൈറ്റിനാണ് മാറ്റം വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റിന് എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇത്ര ഓൾറെഡി സർഫസിലുള്ള റേഡിയസ് നമുക്കറിയാം. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഹൈറ്റ് എന്ത് ചെയ്യുക? ഇതിന് കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്യുക? അത്ര ദൂരത്താണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന G എന്ന് പറയുന്നത് Gm/r+h². ഇതിൽ കൂടെ ഒന്നും കൂടി ചെയ്താ എന്താ പറയുക? r+h². ക്ലിയർ ആണല്ലോ? ഇനി എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 2. ഇനി എന്താ? ഇക്വേഷൻ 2നെ 1 കൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകണം. അപ്പം ഇക്വേഷൻ 2/1. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ജിക്ക് നമ്മൾ എച്ച് എന്നാട്ടോ എടുക്കണം. S/due ഗ്രാവിറ്റി എന്താ ചെയ്യുക? എബോവ് സർഫസ് ഓഫ് ഹൈറ്റ് എച്ച് അല്ലേ? അപ്പൊ എച്ച് എന്ന് പറയുമ്പോൾ GH എന്ന് കൊടുത്ത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ലോ? GH/G എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? Gm/r+h²/GM GM/r². ഇവിടെ നമുക്ക് വെട്ടിപ്പോയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? മുകളിൽ ഒരു GM ഉണ്ട്, ഇവിടെ ഒരു GM ഉണ്ട്. രണ്ടും നമ്മൾ വെട്ടിപ്പോയി. ഈ GM-ഉം ആ GM-ഉം വെട്ടിപ്പോയി. ബാക്കി എന്താ ഉണ്ടാവുക? ഇവിടേക്ക് ഏതാ? GH/G എന്ന് പറയുന്നത് r²/r+h². അതിന്റെ r² താഴെ മുകളിലേക്ക് എന്ത് പോകും? അപ്പൊ r²/r+h² കിട്ടും. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? GH കണ്ട് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കുറെ സ്റ്റെപ്പുകൾ ഉണ്ട്. അത് കണ്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ സർഫസ് ഓഫ് ദ ഗിവൺ ഹൈറ്റ് എച്ചിൽ നമുക്ക് എന്താ കിട്ടുന്നത്? GH = G × 1 - 2h/r നമുക്ക് കിട്ടും. എന്താണ്? ജിന്റെ വാല്യൂ GH = G × 1 - 2h/r എന്ന് കിട്ടും. H പറഞ്ഞാൽ ഗിവൺ ഹൈറ്റിൽ, R എന്ന റേഡിയസ് ഓഫ് ദ എർത്ത് ആണ്. G പറഞ്ഞാൽ സ്മോൾ g ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസിലുള്ളത്. ഓക്കെ, അപ്പം മുകളിലുള്ളത് കാണാൻ വേണ്ടിയിട്ട് താഴെയുള്ള G കൊണ്ട് × 1 - 2h/r കൊണ്ട് എന്ത് ചെയ്യാം? ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അബോവ് ദ സർഫസ് ഓഫ് ദ എർത്ത് എന്ത് ചെയ്യാം? നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബിലോ ദ സർഫസ് ഓഫ് ദ എർത്ത് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ അതിലേക്ക് പോകാം പെട്ടെന്ന് തന്നെ. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിലോ ദ സർഫസ് ഓഫ് ദ എർത്ത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ബിലോ ദ സർഫസ് ഓഫ് ദ എർത്ത് നമ്മൾ എന്ത് ചെയ്യാം? ഒരു എർത്ത് കൺസിഡർ ചെയ്യാൻ പോവാണ്. കൺസിഡർ ചെയ്തു. ഇവിടെ എന്ത് ചെയ്യാം? നമുക്കറിയാം ഇവിടുന്ന് ഇതുവരെയുള്ള ഒരു റേഡിയസ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ഒരു ഫുൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡയമീറ്റർ ആയിട്ട് ഉണ്ടാവുക.
എന്ന് പറയുമ്പോൾ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഡി എന്നാണ് കൊടുക്കുക. എന്താണ് ഡെപ്ത്, എത്ര ആഴത്തിലാണ് ഉള്ളത്, അതായത് ആ ബോഡി കിടക്കണം എന്നുള്ളത് കാണിക്കാനാണ് സ്മോൾ ലെറ്റർ ഡി എന്ന് പറയാം. അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പൊ ആ ബോഡി ഇത്ര ഡെപ്തിലാണ് ഉള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ റേഡിയസ് ആണ് 6 എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ പഠിച്ചൊരു ഇക്വേഷൻ ഇല്ലേ, ഈ ഒരു വാല്യൂ ഓഫ് ജി ബിലോ ദ എർത്ത്, ആ ഇക്വേഷനാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് എഴുതും കേട്ടോ. അത് നമ്മൾ ഇവിടേക്ക് എടുത്ത് എഴുതാൻ പോവാണ്. അപ്പൊ ഇവിടേക്ക് എഴുതാൻ പോവാണ്. ജി ഈക്വൽ ടു 4/3 പൈ ആർ റോ ജി. ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ജി ഈക്വൽ ടു 4/3 പൈ 4/3 പൈ ആർ റോ ജി. അപ്പൊ ഈ ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, ബിലോ ദ ഡെപ്ത് അല്ല, ഓക്കെ, ബിലോ ദ സർഫസ് ആണ്. അപ്പൊ എന്ത് ചെയ്യുക, ഡെപ്ത് ആണ് അവിടെ വരുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ എന്ത് ചെയ്യുക, h ആയിട്ട് മുന്നോട്ട് വരുമ്പോൾ ഈ റേഡിയസിന്റെ കൂടെ എന്ത് ചെയ്യുക, നമ്മൾ ഒരു h കൂട്ടുക ചെയ്തത്. അപ്പൊ എന്ത് ചെയ്യുക, അവിടെ താഴോട്ട് വരുമ്പോൾ എന്ത് ചെയ്യാം, അതിന് കൂടെ നമ്മൾ ഡെപ്തിനെ മൈനസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതി കൂടെ, ജി ഡെപ്തിൽ വരുന്ന ആബ്സല്യൂട്ട് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ മൈനസ് ഡി ഇൻറ്റു റോ ജി. ഇക്വേഷൻ നമ്പർ 2 ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇക്വേഷൻ 2/1 ചെയ്യാം. അപ്പൊ 2/1 ചെയ്ത് കഴിഞ്ഞാൽ ജി ഡി ബൈ ജി എന്ന് പറയുന്നത് അങ്ങനെ എഴുതിക്കൂടെ, ആർ മൈനസ് ഡി ബൈ ആർ എഴുതിക്കൂടെ. 4/3 പൈ നമ്മൾ വെട്ടിപ്പോകും, 2 വെട്ടി കിട്ടുമോ, പിന്നെ റോ വെട്ടിപ്പോവും, ജിയും വെട്ടിപ്പോവും. ബാക്കി എന്താ, ആർ മൈനസ് ഡി ബൈ ആർ ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ജി ഡി നമ്മൾ സോൾവ് ചെയ്താൽ, സോൾവിങ് ഫോർ ജി ഡിക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കിട്ടുക, ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ എന്ന് കിട്ടും. അങ്ങനെ കിട്ടിയത് ജി ഡി ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ബിലോ എർത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് ആണ് കിട്ടിയത്. ഇവിടെ എന്തൊക്കെ ഇക്വേഷൻ കിട്ടി, ജിക്ക് ഒരു ഇക്വേഷൻ കിട്ടി, ജി എച്ച് ഇസ്കൽ ജി, അത് ഇവിടേക്ക് ഒന്ന് എടുത്തേക്കാണ്. ജി എച്ച് ഇസ്കൽ ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ, അത് ഇവിടേക്ക് ചെയ്താണ്. ജി എച്ച് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത് എബോവ് ദ സർഫസ് ആൻഡ് അതുപോലെ തന്നെ ഓൺ ദ സർഫസിലും, പിന്നെ ബിലോ ദ എർത്ത് ആണെങ്കിൽ ജി ഡി, ഈ ഇക്വേഷൻ യൂസ് ചെയ്യും. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായല്ലോ. നിങ്ങൾ ഇതിന് എല്ലാ സ്റ്റെപ്പ് ഡെറിവേഷൻ നിങ്ങൾക്ക് വേണ്ട ആവശ്യമില്ല. അപ്പം പറഞ്ഞ കാര്യം ഇങ്ങനെ ഫോർമുലേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള റിസൾട്ട് കിട്ടുമെന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അടുത്ത ക്ലാസ് കാണും. അതുവരെ ഗുഡ് ബൈ.